2010 ഈക്കോ 5 സീറ്റ് നോൺ എ സി ആണേ. 2011 ഇന്നോവ G4 ഇൻ്റർകൂളറാണേ. 2007 മാരുതി 800 MB-FI AC വണ്ടി. 2027 വരെ പേപ്പറുണ്ട്. 2010 സ്വിഫ്റ്റ് VXI K സീരീസ് എഞ്ചിനാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. അലോയ്സ് സ്കർട്ടിങ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് 2014 വാഗണർ LXI സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്നോവ G4 ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2,40,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. LMS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലമ്പലം യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. 68,000 രൂപ മുതൽ നോക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്നോവ റീവണ്ടി അല്ലാതെ കേരള വണ്ടി എന്നുള്ള കേരള വണ്ടി എന്നുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. സാൻഡ്രോ ആയാലും ഓൾട്ടോ ആയാലും സ്വിഫ്റ്റ് ആയാലും ഇയോൺ ആയാലും 800 ആയാലും അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏത് ജോണറിലുള്ള ആൾക്കാർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2009 സ്വിഫ്റ്റ് ഡിസയർ VXI CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് 2029 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. ആ, കിലോമീറ്ററൊക്കെ എന്താണ്? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. കിലോമീറ്റർ ആണോ? ഹിസ്റ്ററി ചെക്ക് ചെയ്യണവർക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഫോർഡോ പവറിൻ്റെ ആണല്ലേ? ആ, ഫ്ലോറ് കാര്യങ്ങളൊക്കെ കൊള്ളാം. മെയിനായിട്ട് CNG ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈലേജ് നല്ല മൈലേജ് കിട്ടും. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഡോറ് നോക്കിയാൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ടയർ ആവശ്യത്തിനുള്ള ഒരു ആവറേജ് കൂടിയ ഒരു ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഇടിച്ചതാണോ? ബോണറ്റ് ബമ്പർ അങ്ങനെയൊക്കെ? അല്ല, വേറെ ബോണറ്റോ ക്രോസ് ബാറോ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, ടയർ എല്ലാ ടയറും ആവറേജ്. ഇത് ആവറേജ് അതിന് മേളിലുണ്ട്. ഇതൊക്കെ ആവറേജ് ഉണ്ട്. ആ രീതിക്ക് നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഉണ്ടല്ലേ? ഒന്നും ചെയ്യണ്ട. പോളിഷ് ചെയ്ത് വണ്ടി വേഗം എടുക്കുമ്പോൾ വാഷ് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കുക. ആ, ഇവിടെ പൊടി അടിച്ച് കിടക്കുന്നതുകൊണ്ടാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കിത് 2,25,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അത് കുറയൂ? ഏറ്റവും കുറച്ചല്ല ഞാൻ പറഞ്ഞ. CNG കയറ്റിയ മാത്രം 65,000 രൂപയായി. 2013 സ്വിഫ്റ്റ് VDI 1,13,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോർഡോ പവറിൻ്റെ ആണ്. നല്ലൊരു സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷ് വന്നു. ഫ്രണ്ട് ബമ്പർ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ആവശ്യത്തിനുള്ള ഒരു ടയറുണ്ട്. എത്ര ചോദ്യം? നമുക്ക് 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 3,25,000 ലാസ്റ്റ് ആണോ? നിങ്ങളെ റേറ്റാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന 3.5 വീഡിയോക്ക് നമ്മൾ ലാസ്റ്റ് 3,25,000 നമുക്ക് കൊടുക്കാം. 2014 സ്വിഫ്റ്റ് VXI 78,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. ഇതിലും ഒരു ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ടല്ലേ? ആ, വണ്ടി കാണാൻ കൊള്ളാം. നല്ല സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ഫോർഡോ പവറിൻ്റെ ആണ്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഡോറൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. കമ്പനി തന്നെ ഷോറൂമിൽ തന്നെയാണ് മാറിയിരിക്കുന്നത്. ഒന്ന് ബോണ്ട് പൊക്കി കാണിച്ചു തരാമോ? നല്ല ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് അടിച്ചാണോ പ്രത്യേകം? അതെ, ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തതാണ്. അടിച്ച. ഓക്കെ, ബാക്ക് സൈഡൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്രോണൊന്നും പണിഞ്ഞിട്ടില്ല. അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മളിവിടെ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. വണ്ടി കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഫുൾ വാഷ് ചെയ്ത് സർവീസ് ചെയ്ത് വണ്ടി കൊടുക്കും. ഇപ്പം വാഷ് ചെയ്തിടുന്നതിനകത്ത് കാര്യമില്ല, മൊത്തം പൊടിയായിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര ചോദിക്കുന്നത്?
ഇത് 4 ലക്ഷം രൂപയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. 2013 VXi. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. നല്ല ടയർ കിടപ്പുണ്ട്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒക്കെ നല്ല ടയറുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്തോ ഓടിയിട്ടുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. 1 ലക്ഷം. ഫോർഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നല്ലൊരു സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുക. ബാക്ക് ടയറും ഒക്കെ ബാക്ക് ടയർ ഒരു ആവറേജ് ടയർ. ചോദ്യം എത്രയാ? ഇത് ഫൈനലി 285 നമുക്ക് കൊടുക്കാം. 285. പുതിയ ഇൻഷുറും എടുത്ത് 285 കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2013 VXi. 2013. വണ്ടി ഓവറോൾ കുഴപ്പമൊന്നുമില്ല. 2010 ആൾട്ടോ കേട്ടൺ VXi. തേർഡ് ഓണർ. 97,000 കിലോമീറ്റർ. ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരും. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കൊണ്ടേ വരും. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്? ആ, ജെനുവിൻ. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സീറ്റ് കവേഴ്സാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിയിൽ വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അഡീഷണൽ കയറ്റിയാണോ ഈ പവർ വിൻഡോ? അല്ലല്ല, VXi ആണ്. കമ്പനി പവർ വിൻഡോ ആണ്. ബാക്ക് സൈഡ് നോക്കിയാൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുക. ബാക്ക് ടയർ ആവറേജ് കൂടുതൽ ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ. ആ, വണ്ടി അല്ലാത്ത പക്ഷം ഏത് സൈഡാണ് ഡോർ മാറിയേ? റൈറ്റ് സൈഡ് ഏതോട്ട് ഡ്രൈവർ സൈഡാണല്ലേ? ആ, ഗ്ലാസ് അല്ല, ഡോർ മാത്രം. 2013 ആൾട്ടോ കേട്ടൺ LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ. 70 തയ്ച്ചു. ടയേഴ്സ് എല്ലാം മാറിയിട്ടിട്ടുണ്ട്. വണ്ടിക്കകം കാണാൻ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. വണ്ടിക്കകം ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. നമുക്കൊരു 1.60 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? 10-25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ചോദ്യം എത്ര? നമുക്ക് 1.90 കൊടുക്കാം. 1.90. അല്ല, നമുക്ക് എന്തെങ്കിലും കൂടെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1.90 എന്തെങ്കിലും ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. 1.70 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 ആൾട്ടോ 800 LXi. സിംഗിൾ ഓണറാണ്. 1,20,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സീറ്റ് കവേഴ്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, കമ്പനി സീറ്റാണ്. പക്ഷെ വണ്ടിക്കകം വേറെ ഡാമേജ് ഒന്നുമില്ല. കൊള്ളാം, വൃത്തിയുണ്ട്. ചോദ്യം എത്രയാ? നമുക്ക് 2.15 കൊടുക്കാം. ഏകദേശം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2.15. ആ, 100% ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 2015 ഇയോൺ ഇറ പ്ലസ്. 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. 1,85,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടൊരു പാർട്ടി വന്ന് ലോൺ അറേഞ്ച് ചെയ്ത് പിന്നെ അവർക്ക് എന്തോ സിവിൽ ചെറിയ പ്രശ്നം വന്നിട്ട് പോയതാണല്ലേ? പോയി. നമ്മൾ 2.15 നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞിരുന്നത്. അതിപ്പോൾ നമുക്ക് 2.10 ഫൈനൽ കൊടുക്കാം. 2.10. ആ, ഏത് വർഷമായിരുന്നു? 2015. ബാറ്ററി പുതിയതാണ്, ഇൻഷുറും പുതിയത്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. 1.85 ലോൺ ചെയ്ത് കൊടുക്കാം. 2007 മാരുതി 800 MBFI AC വണ്ടി. 2027 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. MBFI. വണ്ടിക്ക് ഓട്ടത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് 2 ആക്സിൽ ഇപ്പോൾ പുതിയത് മാറ്റിയിട്ടുണ്ട്. പിന്നെ AC കൂളിംഗ് ഉണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. എന്താ ചോദിക്കുന്നത്? ചോദ്യമൊന്നുമില്ല. ഇത് 68 രൂപ മുതലുണ്ട്. കാരണം ആക്സിൽ 2 ഇപ്പോൾ മാറി.
അപ്പോൾ അതിൻ്റെ വില അറിയാമെന്നുള്ളവർക്ക് അറിയാം. മുതലാണെങ്കിൽ കൊടുത്തയക്കാം. 2017 ആൾട്ടോ 800 LXi 52,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ചാവി ഓണായി കിടക്കുന്നു. വണ്ടിക്കകം അഡീഷണലായിട്ട് സ്റ്റിയറിങ്ങിലും സൈഡിലും ഒക്കെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വണ്ടി വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ്. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. പവർ വിൻഡോ 2 ഉണ്ടല്ലേ? ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. ബാക്ക് ടയേഴ്സൊക്കെ നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2,75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. നമുക്കൊരു 2.5-2.60 വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2010 ഈക്കോ 5 സീറ്റ് നോൺ AC ആണേ. നോൺ AC. ഓണർഷിപ്പ് എത്രയാണ്? എന്താണ് ഓണർഷിപ്പ്? തേർഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 1,13,000 കിലോമീറ്റർ. 1,13,000. AC ഇല്ല. നോൺ AC. വണ്ടി ഒരു ആവറേജ് കണ്ടീഷനാണ്. നല്ല വണ്ടി, നല്ല കണ്ടീഷൻ, നല്ല എഞ്ചിനൊക്കെ പക്ക. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഓക്കെ. ഓട്ടിക്കാനും നല്ല വണ്ടി. ടോപ്പൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ്. ടയേഴ്സ് കാര്യങ്ങൾ ആവറേജ് ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 1,10,000 കുറയോ? റീടെസ്റ്റ് നമുക്ക് 4 മാസം കഴിയുമ്പോൾ റീടെസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത്. ഇൻഷുറൻസ് പുതിയ ഇൻഷുർ. 2012 ഡിസംബർ BMW. BMW ഡീസൽ ഓട്ടോമാറ്റിക്. ടയർ ആവറേജ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ് ഓണർ. 320D. വണ്ടിക്ക് നല്ല പോഷാണല്ലോ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. 1,13,000 കിലോമീറ്ററായി. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ആക്സിഡൻറ്റ് കേസ് ഒന്നുമില്ല? ഉറപ്പ്? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 9 ലക്ഷം രൂപ. ഒറിജിനൽ കേരള വണ്ടിയാണേ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. വലിയ സ്ക്രാച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇത് ലോണൊക്കെ എങ്ങനെയാ? ലോൺ കിട്ടും. 6 ലക്ഷം രൂപ വരെ ലോൺ കയറും. മൈലേജ് എന്താണ്? 14-15 മൈലേജ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. പെട്രോൾ അല്ലേ? ഡീസൽ. 2018 സിയാസ് സീറ്റ പെട്രോൾ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. സീറ്റ് ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. കമ്പനി സർവീസാണ്. ഇത് AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഉണ്ട്. ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. ടയറൊക്കെ പുതിയ ടയറാണ്. 4 പുതിയ ടയറാണ് അടക്കുന്നത്. നോക്കിക്കോ, 4 പുതിയ ടയറാണ്. അത് വെള്ളം വീഴാത്തതിൻ്റെ അങ്ങനെ തോന്നുന്നു. എത്ര ചോദിക്കും? ഫാൻസി നമ്പറാണ്. ഇത് നമുക്ക് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6.25. 6 രൂപ ഫിനാൻസ്, 6.5 രൂപ വരെ ഫിനാൻസും കിട്ടും. ടയറുണ്ട്, നല്ല ടയറാണ്. നല്ല ടയറാണ് 4. 2010 സ്വിഫ്റ്റ് VXi K സീരീസ് എഞ്ചിനാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. അലോയ്സ്, സ്കർട്ടിങ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണല്ലേ? മാനുവല്. ഈ അതൊക്കെ അഡീഷണൽ ചെയ്തതാണ്. തെറ്റുന്നേ. K സീരീസ് ആണ്, പെട്രോൾ K സീരീസ്. കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട്. മൈലേജ് ഉള്ള വണ്ടിയാണ്. പവറിൻ്റെയാണ് അല്ല? ഫോർഡോ പവറിൻ്റെയാണ്. അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എത്ര? ടയേഴ്സൊക്കെ പുതിയതാണ്. ചോദ്യം എത്ര? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം. ഫുൾ ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ്. പേപ്പറൊക്കെ ഇനി എത്ര ആണ്? പേപ്പർ ടെസ്റ്റിനൊരു 4 മാസം ഉണ്ട്. ഈ വർഷം ഉണ്ട് അല്ലേ? ഉമ്മിനി 2017 സെക്കൻഡ് ഓണർ. 58,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. വണ്ടിക്കകവും കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. എത്ര ചോദിക്കുന്നേ? നമുക്ക് 2.10 കൊടുക്കാം. 2.10? ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ. ആക്ച്വലി അത് 5 സീറ്റ് വണ്ടിയാണ്. 1 റോ സീറ്റ് അഡീഷണൽ വെച്ചേക്കുന്നതാണ്.
അഡീഷൻ കയറ്റിയതാണ്. ആ. പക്ഷെ വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ, നീറ്റ് കണ്ടീഷൻ. ടയേഴ്സ് നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. 2017 വാഗണർ VXI ഓപ്ഷനിൽ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകം നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫ്ലോർ മാറ്റ്. VXI ഓപ്ഷനിലാണ് വണ്ടി. 2 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 2 എയർ ബാഗ് വരുന്നതാണ്. എത്ര ചോദിക്കുന്നത്? 390 കൊടുക്കാം. 390 ലാസ്റ്റ് പ്രൈസ് ആണോ? 5,000 കൂടെ കുറച്ച് കൊടുക്കുക, 85 കൊടുക്കുക. ആ ഒരു റേഞ്ചിന് കൊടുക്കുക. 2023 11 മാസം വണ്ടിയാണ്. എക്സ്പ്രസോ VXI പുതിയ വണ്ടി. പുതിയ വണ്ടി. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 45,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? ആ. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തി പറയാൻ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഈ 5,000 കിലോമീറ്ററിലൊക്കെ ഒരാൾ വണ്ടി കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. എത്ര ചോദിക്കുന്നത്? 5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5 ലക്ഷം. ഏകദേശം ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 2012 ആൾട്ടോ LXI സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. പുതിയ ടയർ മാറിയിട്ടൊക്കെ 70,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്. വണ്ടി നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. ഇപ്പോൾ ഡോർ പാഡ് നോക്കിയാലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ പേപ്പർ എത്ര നാളുണ്ട്? 2027 വരെ പേപ്പറുണ്ട്. 27. ആ. ടയറെല്ലാം പുതിയ ടയറാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1,40,000. ഒരു 10-15 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. 2015 ആൾട്ടോ 800 LXI 73,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. ടയർ പുതിയ ടയറെല്ലാം പുതിയതാണ്, നല്ല ടയറാണ് കിടക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. വണ്ടിക്കകവും കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരുവിധം എല്ലാ ഫിറ്റിങ്സും ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ്, ഫ്ലോർ മാറ്റ് ഉണ്ട്. വണ്ടി ആ രീതിയിൽ വൃത്തിയായിട്ടിരിക്കുക, കളർ ഫേഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആക്സിഡൻറ്റ് കേസ് ഒന്നും ഇല്ലല്ലോ? എന്താണ്? ആക്സിഡൻറ്റ് കേസ് ഒന്നുമില്ല. ബാക്ക് ടയർ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2,35,000 രൂപയ്ക്ക് കൊടുക്കാം. 2,35,000. ഇങ്ങോട്ട് വീഡിയോ കൊണ്ട് വരണല്ലേ, 2,30,000 കൊടുത്തേക്കാം. 2,30,000. ആ. ഇനിയും 2 രൂപ ലോൺ ചെയ്യാൻ പറ്റും. അതാ ഇനിയും വീഡിയോ കണ്ടു വരുന്നു, കുറയ്ക്കൂ. കുറയ്ക്കല്ലേ? ഇല്ല, താല്പര്യമില്ല. ചെറിയ പ്രോഫിറ്റ് എടുത്തോണ്ടാ. ഓക്കെ, അടുത്തത് 2014 വാഗണർ LXI സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുത്തൻ ടയർ, ബാക്ക് ടയർ ആവറേജ് ടയർ. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്. ഫ്രണ്ട് സീറ്റ് കവർ. 1,15,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ. കിലോമീറ്റർ വെച്ച് കൂടുതൽ ഓടി എന്നുള്ളതല്ലേ? അതേ ഉള്ളൂ. പക്ഷേ കമ്പനി സർവീസാണ്, വേറെ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വെള്ള, ഈ ഒരു കളർ, വെള്ളമല്ല ചന്ദന കളറിൽ ഈ ഒരു കളർ സീറ്റ് കവർ ആയതുകൊണ്ടേ വണ്ടിക്കകം തുറന്ന് കാണുമ്പം നല്ലൊരു ഫീല്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഫൈനൽ 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഈ ഡിക്കിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. കളർ ഫെയ്ഡ് വന്ന പോലെ ഒരു തോന്നല. റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ചോദ്യം എത്ര? 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3. ഒരു 260-270 ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 40 രൂപ ഇറങ്ങാം. 2009 സാൻഡ്രോ 2029 ഡിസംബർ വരെ പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇൻഷുർ പുതിയത്, ക്ലച്ച് പുതിയത്. എടുക്കുന്ന പാർട്ടിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. മെക്കാനിക്കലി പക്ക. ഒരു കിലുക്കം പോലും ഇല്ല വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. വണ്ടിക്കകവും കൊള്ളാം. സ്റ്റീരിയോ സിംഗിൾ ഓണർ വണ്ടിയാണ്. സ്റ്റീരിയോ ഇല്ല. സ്റ്റീരിയോ വെച്ച് കൊടുക്കുമോ?
വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇനി സ്റ്റീരിയോ ആയിട്ട് നമ്മൾ കുറച്ചൊന്നും വേണ്ട. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ മെയിനായിട്ട് 29 ലാസ്റ്റ് ഒരു പേപ്പർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ആ ക്ലച്ച് പുതിയത്. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്ക് അതൊന്നും ഇതാക്കണ്ട. ഇൻഷുർ പേപ്പർ എല്ലാം കറണ്ട് എടുക്കുക ഓടുക. ചോദ്യം എത്ര? ഫൈനൽ 1.10 കൊടുക്കാം. 1.10. ആ ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയറാണ്. അതിൽ നമുക്ക് സ്റ്റീരിയോയും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, സ്റ്റീരിയോയും കൂടി വെച്ച് 1.10 കൊടുത്തേക്കാം. 2009 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിങ്. ആവറേജ് ടയേഴ്സേ ഉള്ളൂ. 2029 വരെ പേപ്പറുണ്ട്. 29 വരെ ഉണ്ട്. ആ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. അതായത് ഈ എന്താ ഉരുമ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല. വണ്ടി ആ രീതിയിൽ നല്ല പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഡോർ പാഡ് നോക്കിയാൽ പോലും നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊന്നും വൃത്തികേടൊന്നുമില്ല. ബാക്ക് സൈഡ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ പറയാനാണെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഒരു 1.15 കൊടുക്കാം. അത് നമുക്ക് മാറി കൊടുക്കാം. അത് മാറി കൊടുക്കാം. ഓക്കെ. ഫ്രണ്ട് ടയർ പുത്തൻ ടയർ, ഞാൻ ആദ്യം പറഞ്ഞില്ല, പുത്തൻ ടയറാണ് നടക്കുന്നത്. ഓവറോൾ വണ്ടി കൊള്ളാം. 1.15 നമുക്ക് ഫൈനൽ കൊടുക്കാം. 2009 ഇന്നോവ G4 ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2,40,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ. ജെനുവിൻ കിലോമീറ്റർ. ടയറൊക്കെ കൊള്ളാം, നല്ല ടയർ കിടപ്പുണ്ട്. ഒരുവിധം ഫുൾ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് വണ്ടി. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. വണ്ടിക്കകം നോക്കുമ്പം വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫോർഡ് പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. സെൻട്രൽ AC എല്ലാം ഉള്ള വണ്ടിയാണ്. ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോറായാലും ടോപ്പാണെങ്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് 5,20,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. നമുക്ക് 3-3.25 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ആ ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര വർഷം 2029 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. അല്ല, എത്ര വർഷം വരെയൊക്കെ ഇത് ലോൺ കിട്ടും? നമുക്ക് 3 കൊല്ലം ലോൺ ചെയ്യാം. 3 കൊല്ലം. ഇത് 2006 ഒറിജിനൽ കേരള വണ്ടി. 2028 വരെ പേപ്പറുണ്ട്. 28 കിലോമീറ്റർ എന്തോ ഓടി? കിലോമീറ്റർ 2.5 മറ്റോ. ഇത് ആ റേഞ്ചിന് പോയിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്കയല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഇത് ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ആണോ? ഫ്ലോറൊക്കെ തന്നെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് നോക്കിയാൽ ഇതിൻ്റെയും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ വൃത്തിയോടൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വണ്ടിക്കകമൊക്കെ ആ രീതിയിൽ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം എത്രയാണ്? ഇത് 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. 2028 വരെ പേപ്പറുണ്ടേ. ആവറേജ് ടയറും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ഫ്രണ്ട് ടയർ. ബാക്ക് ആവറേജ് ടയർ. 2011 ഇന്നോവ G4 ഇൻ്റർകൂളറാണേ. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. 4 ടയർ പുതിയത്. ടയറൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ടയേഴ്സ് അടങ്ങുന്നത്. ഇതിനകത്ത് വലിയ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? 1,85,000. ഇത് കിലോമീറ്റർ കുറച്ച് ഓടിയുള്ളൂ അല്ലേ? വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയാണ്. നമുക്ക് 4,00,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും. വണ്ടി വില 5.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഫ്ലോറും കാര്യമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. 5.5 അല്ലേ ചോദ്യം? 5.5. ഓരോ ബോഡി നോക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അത്തരത്തിലുള്ള പണിയുള്ള വണ്ടികളൊന്നും കാണുന്നില്ല.
ടയറൊക്കെ ആണെങ്കിലും നല്ല ടയറാണ് കിടക്കുന്നത്. അതേപോലെ നല്ലൊരു അലോയ് വീൽസും കാര്യങ്ങളും കിടപ്പുണ്ട്. ഓവറോൾ വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിക്കും. ഇത് ഒറിജിനൽ കേരള തന്നെയല്ലേ? ഫ്രീ ആണ്, ഫ്രീ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. കിലോമീറ്റർ ജെനുവിൻ പറയാൻ പറ്റുമോ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. 2007 ആൾട്ടോ LXi, AC പവർ സ്റ്റിയറിങ്, ടയർ 4 പുതിയത്, പുത്തൻ ടയർ, 4 ടയറും പുത്തൻ ടയർ. നല്ല നീറ്റ് വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ 27 വരെ പേപ്പറുണ്ട്. 27 വരെ പേപ്പറുണ്ട്. വണ്ടിക്കകവും കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്, നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. AC ഒക്കെ നല്ല പക്കാ വർക്കിങ്. അപ്പോൾ ബോഡി എന്നുള്ള രീതി നോക്കിയാൽ അതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 1,05,000 രൂപയ്ക്ക് പേര് മാറി കൊടുത്തേക്കാം. പേര് മാറി. ഏത് വർഷമായിരുന്നു? 2007. 2007 ആൾട്ടോ LXi, AC പവർ സ്റ്റിയറിങ്. ടയർ ഫ്രണ്ട് ടയർ ആവറേജ്, ബാക്ക് ടയർ നല്ല ടയർ കിടപ്പുണ്ട്. AC പവർ സ്റ്റിയറിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ. LXi വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. സീറ്റ് കവർ കുറച്ചൊന്ന് ഇളകി പറഞ്ഞ് കിടപ്പുണ്ട്, പക്ഷെ എന്നാലും വൃത്തികേടില്ല. വണ്ടി കാണാൻ ഓക്കെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട്. ബാക്ക് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കൊള്ളാം. ടയർ നേരത്തെ ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന്. വണ്ടി ഓവറോൾ കാണാനൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മാറിയാൽ ഇല്ല. ബോണറ്റൊന്നും മാറിയിട്ടില്ല. എത്ര ചോദ്യം? 1,10. 1,10. എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല വീഡിയോ ആയിരുന്നു എന്നുള്ള വിശ്വാസമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വണ്ടികൾ ഞാൻ കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തരം പ്രേക്ഷകർക്കും അവർ നോക്കിയിരുന്ന വണ്ടികളും ഉതകുന്ന ടൈപ്പ് ഒരു വീഡിയോ ആയിരുന്നു ഇതെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.